everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 39th lecture on the subject Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deduction of tax under Section 194 LB, Section 194 LBA, Section 194 LBB and Section 194 LBC. And in this lecture, we are going to discuss about deduction of tax at source on payment of interest to a non-resident or a foreign company, which comes under Section 194 LC. Deduction of tax at source on income by way of interest on certain bonds and government securities, which comes under Section 194 LD, and deduction of tax at source on sums paid to non-residents and foreign companies, which comes under Section 195. Deduction of tax at source on payment of interest to a non-resident or a foreign company, Section 194 LC. ഒരു നോൺ റെസിഡൻറ്റിനോ ഒരു ഫോറിൻ കമ്പനിക്കോ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിലുള്ള TDS അതാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. Where interest is paid by an Indian company or a business trust to a non-resident or a foreign company on money borrowed in foreign currency from a source outside India, tax shall be deducted at source at the rate of 5% plus surcharge if any plus health and education cess at the rate 4%. ഒരു ഇന്ത്യൻ കമ്പനിയോ ഒരു ബിസിനസ് ട്രസ്റ്റോ ഒരു നോൺ റെസിഡൻറ്റിനോ ഒരു ഫോറിൻ കമ്പനിക്കോ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സോഴ്സിൽ നിന്നും ഫോറിൻ കറൻസിയിൽ മണി ബോറോ ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണ്. ദെൻ ആ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ ടാക്സ് ഷാൾ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 5%. 5%ൽ ഈ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പ്ലസ് സർചാർജ് ഇഫ് എനി പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് 4%. ഓക്കെ, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഓൺ സ്പെസിഫൈഡ് ബോൺസ് ആൻഡ് ലോൺസ്. അതായത് ഈ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിലുള്ള ടാക്സിൻ്റെ ഡിഡക്ഷൻ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് ബോൺസ് ആൻഡ് ലോൺസ്. Then, however, the rate of interest shall not exceed the rate approved by the central government. Rate of interest central government approve ചെയ്യുന്ന റേറ്റിനെ എക്സീഡ് ചെയ്യില്ല. Deduction of tax at source on income by way of interest on certain bonds and government securities. Section 194 LD. സർട്ടൺ ബോൺസിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലുമുള്ള ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിലുള്ള TDSൻ്റെ ഡിഡക്ഷനാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനി പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടു എ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ or a qualified foreign investor any income by way of interest after 31/5/2013 but before 1/7/2020 on investment made in a rupee denominated bond of an Indian company or a government security shall deduct tax at source at the rate 5% plus surcharge if any plus health and education cess at the rate 4%. അതായത് ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർക്കോ ഒരു ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റർക്കോ എനി ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആകുന്ന എനി പേഴ്സൺ, ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ എ പീരീഡ് ആഫ്റ്റർ 31/5/2013 ബട്ട് ബിഫോർ 1/7/2020. അപ്പോൾ ഈ ഒരു പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. ആൻഡ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് ലഭിക്കുന്നത് ഇനി പറയുന്ന സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തതിനായിരിക്കും. ആൻഡ് ദ സെക്യൂരിറ്റീസ് ആർ എ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനിയുടെ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ആയിരിക്കാം, ഓർ എ ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിരിക്കാം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞ ആ പീരീഡിലേക്കുള്ള ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർക്കോ ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റർക്കോ പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആകുന്ന പേഴ്സൺ, ആ പേഴ്സൺ he will deduct tax at source at the rate 5%.
ഈ ഇൻട്രസ്റ്റ് ഇൻകം പേ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ @5% ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പ്ലസ് സർചാർജ് ഇഫ് എനി പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് @4%. The tax shall be deducted at the time of credit of such income in the account of payee or at the time of payment of such income in cash or by issue of a check or draft or any other mode whichever is earlier. ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഈ ഇൻകം പെയ്ഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇൻകം ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡിലോ പേയ്മെൻറ്റ് നടത്തുമ്പോഴോ ആയിരിക്കും. വിച്ച് എവർ ഈസ് ഏർലിയർ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ ഏതാണോ അപ്പോൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ സംസ് പെയ്ഡ് ടു നോൺ റെസിഡൻസ് ആൻഡ് ഫോറിൻ കമ്പനീസ് സെക്ഷൻ 195. നോൺ റെസിഡൻസിനും ഫോറിൻ കമ്പനീസിനും പേ ചെയ്യുന്ന സംസിലുള്ള TDS ആണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. The person responsible for payment of any interest not being interest referred in section 194 LB or section 194 LC or section 194 LD or any other taxable sum other than salary to a non-resident not being a company or to a foreign company shall at the time of credit of such income to the account of the payee or at the time of payment whichever is earlier deduct income tax thereon at the rates in force unless he himself is liable to pay any income tax thereon as agent of the non-resident. ഒരു നോൺ റെസിഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്കോ എനി ഇൻട്രസ്റ്റ് ഓർ എനി അതർ ടാക്സബിൾ സം, ഏതെങ്കിലും ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സബിൾ സമ്മോ പേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആകുന്ന പേഴ്സൺ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 194 LBയിലോ സെക്ഷൻ 194 LCയിലോ സെക്ഷൻ 194 LDയിലോ റെഫർ ചെയ്യാത്ത ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെ എനി അതർ ടാക്സബിൾ സം, ആ ടാക്സബിൾ സമ്മിൽ സാലറി വരില്ല, അതർ ദാൻ സാലറി അല്ലാതെയുള്ള സംസ് ആണ്. അതുപോലെ നോൺ റെസിഡൻറ്റിനോ ഫോറിൻ കമ്പനിക്കോ ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ദെൻ ആ നോൺ റെസിഡൻറ്റ് നോട്ട് ബീയിങ് എ കമ്പനി, നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത് നോട്ട് ബീയിങ് എ കമ്പനി, ഒരു കമ്പനി അല്ല. ദെൻ ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ഈ ഇൻകം പെയ്ഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ഇൻകം പേയ്മെൻറ്റ് നടത്തുമ്പോഴോ വിച്ച് എവർ ഈസ് ഏർലിയർ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏതാണോ ഏർലിയർ വരുന്നത് അപ്പോൾ നിലവിലുള്ള റേറ്റ്സ് പ്രകാരം ഈ ഒരു പേയ്മെൻറ്റിൽ ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. ദെൻ ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ നോൺ റെസിഡൻറ്റിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്ത് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നടത്താൻ ലയബിൾ ആയിരിക്കരുത്. ഓക്കെ. അങ്ങനെ ലയബിൾ ആണെങ്കിൽ ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. However, no tax deduction shall be made in respect of any dividends declared, distributed or paid by a domestic company. ഒരു ഡൊമസ്റ്റിക് കമ്പനി ഡിക്ലെയർ ചെയ്തതോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതോ അല്ലെങ്കിൽ പേ ചെയ്തതോ ആയ ഡിവിഡൻസിൽ ടാക്സ് ഡിഡക്ഷൻ ഇല്ല. We will discuss the coming sections in the next lecture. Thank you.